അപ്പോഴും നമ്മൾ പഠിച്ച മണ്ടന്മാരാണ്. പഠിച്ചു വെച്ച കാര്യം എന്താ, ഇതിനൊക്കെ വേണ്ട കൺസൾട്ടൻറ്റ് വേണം, ഒരു സുഹൃത്ത് വേണ്ടേ തുറന്ന് പറയാൻ പറ്റുന്നത്. ആ സുഹൃത്തായിരിക്കണം വൈദ്യൻ. ഞാൻ ഈ അലോപ്പതി ആയുർവേദത്തിനൊന്നും വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരാളല്ല. പക്ഷേ ഇന്നത്തെ പ്രാക്ടിക്കലായിട്ടുള്ള പലപ്പോഴും സപ്പോർട്ട് നമുക്ക് അലോപ്പതി നല്ല കിട്ടുന്നുള്ളൂ. ഹാബിറ്റ്സ് എന്ന് പറയുന്നതും വെറും മെമ്മറി മാത്രമാണ്. ബി ഹാപ്പി, സ്പ്രെഡ് ഹാപ്പിനെസ്. ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നതും ഇതാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നതും. ഇതാ അഘോരൻ്റെ ആയുർവേദ ചികിത്സ. ഹരി ഓം മഹാരാജ്. നമ്മുടെ ചെറുപ്പക്കാർ ഒരുപാട് പേര് പലതരം അഡിക്ഷൻസിന് വിധേയരാകുന്നു. ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ, ഉറക്കം ശരിയല്ല, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ചെലവഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആൻസൈറ്റി, നിസ്സാര കാര്യത്തിന് അവർ രക്ഷപ്പെടുന്നു, ഒരു എക്സ്ട്രീമായിട്ടുള്ള ഡിസിഷൻസിലേക്ക് പോകുന്നു. അപ്പോൾ ഈ സൈക്കാട്രിസ്റ്റുകളുടെ എണ്ണം കൂടി വരുന്നു, ഒരുപാട് ഇത്തരം ചികിത്സ അസുഖങ്ങളും നാട്ടിൽ ആയിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങയുടെ ഈ ചികിത്സാ വിധിയിലൂടെ എങ്ങനെയാണ് ഇപ്പോൾ ഒരു 5 വർഷം 10 വർഷമൊക്കെ മരുന്ന് കഴിച്ച് പോകുന്ന ആൾക്കാർക്ക് ഒരു സൊല്യൂഷൻ ആകുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും? നമ്മൾ ആദ്യമായിട്ട് രോഗത്തെ ചികിത്സിക്കുകയല്ല, രോഗിയാണ് ചികിത്സിക്കുന്നത്. ഒരാൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരം സ്റ്റേറ്റുകളിൽ കടന്നു പോകേണ്ടത്? കാരണം ജീവിതം വളരെ ബോറിംഗ് ആയതുകൊണ്ട് അല്ലേ? അല്ലെങ്കിൽ ജീവിതത്തിൽ അനേക ഭയങ്ങൾ, ആങ്സൈറ്റീസൊക്കെ വരുന്നതുകൊണ്ട് ഇല്ലേ? അപ്പോൾ അവർക്ക് അടിസ്ഥാനമായിട്ട് ചികിത്സ എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ? ഹാപ്പി ആയി ഒരിക്കലും ഒരാൾക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് പോകേണ്ട കാര്യമുണ്ടോ? അഥവാ പോയാലും അതിന് അഡിക്ഷൻ ഉണ്ടാവുമോ? ഉണ്ടാവുകയില്ല. നമ്മുടെ ചികിത്സ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബി ഹാപ്പി എന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം സന്തോഷമാകുക എന്നുള്ള ആദ്യത്തെ പ്രശ്നം. അപ്പം സന്തോഷമാകുമ്പോൾ തന്നെ ശരീരം, മനസ്സ് അതെല്ലാം ഒരു ക്ലെൻസിങ് സ്വാഭാവിക മോഡിലേക്ക് പോകും, ഒരു ക്ലെൻസിങ് മോഡിലേക്ക് പോകും. ഓട്ടോ ക്ലെൻസിങ് മോഡ് എന്ന് പറയാം. ശരീരം നമുക്ക് റിലാക്സ് ആയെന്ന് നോക്കി കഴിഞ്ഞാൽ ശരീരത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ മാറുന്നു, ഭാരമൊക്കെ മാറുന്ന പോലെ തോന്നാറില്ലേ? അപ്പോൾ എന്താ ചെയ്യുന്ന ശരീരം? അത് ഓട്ടോമാറ്റിക്കലി ഡീടോക്സിഫൈ ചെയ്യും. ഇതിൻ്റെ സ്റ്റിമുലേഷനാണ് പഞ്ചകർമ്മ എന്ന് പറയുന്നത്. നമ്മൾ കോൺഷ്യസ്ലി ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്ത് വിടുക. അതിൻ്റെ അകത്ത് ഇപ്പം രക്തമോക്ഷം ഒഴികെയുള്ള ബാക്കിയെല്ലാം സ്വാഭാവിക കർമ്മങ്ങൾ പോലെയാണ്. ഈവൻ ഇൻക്ലൂഡിങ് നസ്യവും സ്വാഭാവികത എന്ന് തന്നെ നമ്മൾ വിളിക്കും. ഇതുപോലെ തന്നെ ശരീരം സ്വാഭാവികമായിട്ട് തന്നെ അനാവശ്യമായ വസ്തുക്കളെ, അനാവശ്യമായിട്ടുള്ള ടോക്സിസിറ്റികളെ ശരീരത്തിൽ നിന്ന് മാറ്റിയിടും. എപ്പോൾ ശരീരത്തിനൊരു ചാൻസ് കിട്ടിയ. അതുപോലെ മനസ്സിന് നല്ല ക്ലൈമറ്റിലൊക്കെ പോയി നിൽക്കുക, നല്ല കാട്ടിൽ നിറച്ച് അരുവികളിൽ ഇതൊക്കെ പോയി നിൽക്കും, മനസ്സ് സ്വയം പ്രശാന്തമാകുന്ന കണ്ടാറില്ലേ? അപ്പം മനസ്സിലുള്ള പ്രശ്നങ്ങളും അങ്ങനെ മാറുന്നതായിട്ട് കാണാം. പക്ഷേ ഇത് താൽക്കാലികം മാത്രമാണ് നമ്മെ സംബന്ധിച്ച്. കാരണം സിറ്റിയിലെ ഡേ ടു ഡേ ബിസി ലൈഫ്, അതിൻ്റെ അകത്തുനിന്ന് ഒരു ദിവസം പോയി ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എപ്പോഴും ക്ഷീണമായിരിക്കും, കാരണം യാത്രയൊക്കെ ചെയ്യുന്നു. എങ്കിലും ആ സ്റ്റേറ്റിന് നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റില്ല. എവിടെ ഇരുന്നാലും ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ അക്സസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ പ്രകൃതിയെ നമുക്ക് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാനൊന്നും പറ്റില്ല സിറ്റി ലൈഫിൽ. പക്ഷെ സന്തോഷത്തെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അതായത് സിറ്റിക്കകത്ത് നമുക്ക് സന്തോഷമായിരിക്കാൻ പറ്റും. കാട്ടിലെങ്ങനെ ഇരിക്കുന്നു ആ അവസ്ഥയെ, മാനസികാവസ്ഥ നമ്മൾ കൊണ്ടുവരാൻ പറ്റും. അതിലൂടെ എന്ത് സംഭവിക്കുക? ശരീരവും റീസെറ്റ് ആവും. ശരീരത്തിന് ഈ ഡീടോക്സിഫിക്കേഷൻ സ്വാഭാവികമായിട്ട് സംഭവിക്കും, മനസ്സും ഡീടോക്സിഫൈ ചെയ്യും. അങ്ങനെ അവസ്ഥയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പണി. അതിനായി നമ്മൾ ലൈഫ് സ്റ്റൈലിനും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കൂടാതെ ഹാപ്പി ആയിരിക്കാനുള്ള പരിശീലനം, അതിനുള്ള ധ്യാനം, അതിനുള്ള ചിട്ടകൾ, അതിനനുസരിച്ചുള്ള ആഹാരം, ഇതെല്ലാം നമ്മൾ കൊടുക്കും. അങ്ങനെയാണ് ആൾ സ്വാഭാവികമായിട്ട് റീസെറ്റ് ആവും. ഇതാ ചികിത്സ. അല്ല രോഗത്തെ ചികിത്സ മാറ്റുകയല്ല, ആങ്സൈറ്റി ചികിത്സ മാറ്റുകയല്ല. അതുപോലെ സൈക്യാട്രിക്കൽ അല്ലെ സൈക്കോളജിക്കലായിട്ടുള്ള പരിഹാരങ്ങൾക്ക് പാരമ്പര്യത്തിലുണ്ടല്ലോ വിധികളും വഴികളും, അല്ല ഔഷധങ്ങളും ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് വേണ്ട പോലെ വേണ്ട സ്ഥലങ്ങളിൽ പ്രയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അത് പക്ഷേ എപ്പോഴും ഒന്നോർക്കുക, ശരീരത്തെ സപ്പോർട്ട് ചെയ്യാണ് ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി. ശരീരത്തെ സപ്പോർട്ട് ചെയ്യാണ് അതിൻ്റെ അസ്വാഭാവികമായിട്ടുള്ള അൺനാച്ചുറൽ സ്റ്റേറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുക. ഇതാ രോഗചികിത്സ. ഇതിലൂടെ സ്വാഭാവികമായിട്ട് ഇത്ര വലിയ പ്രശ്നങ്ങളും നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങളും അടിസ്ഥാനമായി നോക്കിയാൽ ഇതൊന്നും അല്ല പ്രശ്നം. ഈ ഹാപ്പിനെസ് ഇല്ലാത്ത പ്രശ്നം. ഹാപ്പി ആയിരുന്നു കഴിഞ്ഞാൽ അവളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ സ്വയം മാറിപ്പോകുന്ന കാണാൻ പറ്റും. അതിനുള്ള അവസ്ഥ നമുക്കതിവിടെ അന്ധമ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാ അഘോരൻ്റെ ആയുർവേദ ചികിത്സ. മറിച്ച് പൊതുവെ ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകുന്ന ഒരാൾ ആദ്യം സമീപിക്കുന്നത് ഒരു അലോപ്പതി ഡോക്ടറെയാണല്ലോ. അപ്പോൾ പൊതുവെയുള്ള ആൾക്കാരുടെ ധാരണ ഇത് അലോപ്പതി മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ. കാര്യം അലോപ്പതിയിൽ ഒരു മരുന്ന് കഴിച്ചാൽ തന്നെ ഓവർനൈറ്റ് അയാളുടെ ഡിപ്രസീവ് സ്റ്റേറ്റിൽ നിന്ന് അയാൾക്ക് പുറത്തു വരാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് പിന്നെ പോകെ
അതിനകത്ത് നമ്മളൊരു അഡിക്ഷൻ ഫോം ചെയ്യുകയും വർഷങ്ങൾ കഴിക്കേണ്ടിയും വരുന്നുണ്ട്. ആയുർവേദത്തിൽ ഇത്തരം ചികിത്സകളെ പറ്റി പൊതുജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ധാരണ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പരിമിതമായ അറിവായിരിക്കാം. പക്ഷേ പൊതുവേ എല്ലാവരും അപ്രോച്ച് ചെയ്യുന്ന അലോപ്പതി ഡോക്ടേഴ്സിനെ. അപ്പോൾ ആയുർവേദത്തിൽ എത്ര പെട്ടെന്ന് ഇത്ര ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിൽ നിന്ന് ഒരു ചേഞ്ച് എത്തിക്കാൻ പറ്റും? സമയമെടുക്കുന്ന പ്രോസസ്സാണോ? ആൾക്കാർക്ക് ക്ഷമയുണ്ടാവും അത് ചെയ്യാൻ? ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു അത്ര ഇൻവോൾവ്മെൻറ്റ് ആവശ്യമാണോ ആയുർവേദത്തിൽ പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്നൊക്കെയാണ് എനിക്ക് അറിയേണ്ടത്. ഒന്ന്, ആദ്യമായിട്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടോ ആങ്സൈറ്റി ഡിസോർഡറോ ഡിപ്രഷനോ മറ്റോ ഒക്കെ ഉണ്ടാവുന്ന അവസ്ഥയിൽ ആദ്യമായിട്ട് അയാളെ സഹായിക്കുന്നത് ഡോക്ടറേ അല്ല. അയാൾ ആദ്യം സമീപിക്കുന്നത് സുഹൃത്തുക്കളെയാണ്. അത് അച്ഛനാവാം, അമ്മയാവും, മറ്റു പുറത്തുള്ള കൂട്ടുകാരാവും. അവരെ സമീപിക്കാൻ ഇല്ലാത്തവർക്ക് ആ കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് ഷെയർ ചെയ്താൽ തന്നെ പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾക്ക് വളരെ ആശ്വാസം കിട്ടാറുണ്ട്. ഇപ്പോൾ സുഹൃത്തുക്കളൊന്നും എക്സ്പെർട്ട് അല്ല. ഇപ്പം അച്ഛനും അമ്മമാർ പോലും എക്സ്പെർട്ട് അല്ലാതായി. ജീവിതാനുഭവ പരിചയവും അവർക്കും പകർന്നു കൊടുക്കാൻ സാധിക്കുന്നില്ല കുട്ടികളിലേക്ക്. സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ഫ്രണ്ടായിട്ട് എത്ര പേരൻസിനെ അപ്രോച്ച് ചെയ്യാം, പറയും ഞാൻ ഫ്രണ്ടൊക്കെയാണ്. പക്ഷെ റിയാലിറ്റി ഒരു പ്രശ്നം വരുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് അത് മനസ്സിലാവുന്നില്ല എന്നാണ് കൊച്ചു വിചാരിക്കുന്നത്. കാരണം അച്ഛനും അമ്മയ്ക്ക് ഇത്ര അറിവില്ല എന്നൊരു സ്റ്റേറ്റിലൂടെ. കാരണം അതിനേക്കാളും ഭേദമായിട്ട് ChatGPT-യോടോ അല്ലെങ്കിൽ ഗൂഗിളിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. ജെമിനായോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹാരം തരും. പക്ഷേ അവിടെയും പരിഹാരം അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇന്ന് കൺസൾട്ടൻറ്റുകളുടെ പലപ്പോഴും സാമാന്യ പ്രശ്നങ്ങളിലൊക്കെ ആവശ്യം ഉപേക്ഷിക്കാവുന്ന. പക്ഷെ ഇപ്പം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു സ്കൂളുകൾ വഴി എല്ലാ കൗൺസിലിങ് അല്ലേ, കൊച്ചുകുട്ടികൾ പോലും കൗൺസിലിംഗ് കൊടുക്കുക. അപ്പം നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്തിട്ടിരിക്കുക, ഇങ്ങനെയാണ് ഇതിനുള്ള പരിഹാരമൊന്നും അല്ലേ, ഈ ഒരു പരിഹാരം നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ കൊണ്ട് നമ്മൾ കാട്ടിലോ മേട്ടിലോ അല്ലെങ്കിൽ നമ്മളൊരു നല്ല സ്ഥലത്ത് പോയിരിക്കുകയോ അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെടാനൊക്കെ സാധിക്കുമ്പോൾ പലപ്പോഴും ഇത്തരം ബുദ്ധിമുട്ടുകൾ തൽക്കാലത്തേക്ക് നീങ്ങിക്കാണെന്ന് നമുക്കറിയാം. പക്ഷെ ആ അനുഭവത്തെ നമുക്ക് വില കൊടുക്കുന്നില്ല. അപ്പോഴും നമ്മൾ പഠിച്ച മണ്ടന്മാരാണ്. പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്താ, ഇതിനൊക്കെ വേണ്ടി കൺസൾട്ടൻറ്റ് വേണം ആയിരിക്കാം. അവർ തലം കഴിഞ്ഞാൽ കൺസൾട്ടൻ്റ് ആവശ്യം ഉണ്ടായിരിക്കാം. പക്ഷേ തുടക്കത്തിൽ പല പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ട് തന്നെ സാധാരണ ജീവിതചിട്ടയിലേക്ക് മടങ്ങുന്നതിലൂടെ മാറിപ്പോകാവുന്നതാണ്. ഇതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. 2, ഒരു സുഹൃത്ത് വേണ്ടേ തുറന്നു പറയാൻ പറ്റുന്നത്. ആ സുഹൃത്തായിരിക്കണം വൈദ്യൻ. ഇപ്പം ഇതുമെല്ലാം പ്രൊഫഷണലി ആയില്ലേ, അവിടെ ചെല്ലുക, അയാൾ സുഹൃത്തൊന്നും ആവുന്നില്ല, ഒരു പ്രൊഫഷണലാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുന്നു, അതിലൂടെ താൽക്കാലിക ആശ്വാസം ഉണ്ടാകുന്നുണ്ട്. പലർക്കും ഒരു സുഹൃത്തായി മാറുന്ന ഫിസിഷ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് പോയി കഴിഞ്ഞാൽ പ്രയോജനം കിട്ടാറുണ്ട്. അത് അലോപ്പതി ആയുർവേദം അങ്ങനെയുള്ള വ്യത്യാസമൊന്നും എനിക്കില്ല. ഞാൻ ഈ അലോപ്പതി ആയുർവേദത്തിനൊന്നും വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരാളല്ല. ഓരോന്നും പരിണാമദശയിലും മനുഷ്യൻ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇന്നിപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓഫീസിലേക്ക് ജോലിക്ക് പോകണം, ഭയങ്കര തലവേദന, ഇനി ആയുർവേദ കഷായം കുടിച്ചു ഗുളിക കഴിച്ചിരിക്കാൻ നമുക്ക് പറ്റുമോ? ഇപ്പം എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് കഴിച്ച് നമുക്ക് അത്യാവശ്യമുള്ള മീറ്റിങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അതൊരു ശരിയായ ചികിത്സയാണെന്ന് വെച്ചാൽ അല്ല എന്ന് പറയേണ്ടി വന്നെങ്കിലും, പക്ഷേ ഇന്നത്തെ പ്രാക്ടിക്കലായിട്ടുള്ള പലപ്പോഴും സപ്പോർട്ട് നമുക്ക് അലോപ്പതി നല്ല കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് എന്തിനാണ് തള്ളിക്കളയുന്നത്? പാരമ്പര്യ അറിവുകളുടെ ഒരു പുതിയ വെർഷനാണെന്നേ ഞാൻ പറയൂ. ഇന്നും നമ്മൾ ചോറ് കഴിക്കുന്നു ഇല്ലേ, പക്ഷെ ആ ചോറ് കഴിക്കുന്ന നമ്മൾ അതിനെ അരി ഇടിച്ച് പൊടി വറുത്ത് പുട്ടാക്കി മറ്റു പല വിധത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ആഹാരമല്ലേ ഇപ്പോൾ കൂടുതലും കഴിക്കാറുള്ളത്, അതിനെ പ്രോസസ്സ് ചെയ്തത്. അപ്പോൾ പ്രോസസ്സ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പുതിയൊരു പ്രോസസ്സിംഗ് ആണ് ടു മേക്ക് ഇറ്റ് മോർ കംഫർട്ടബിൾ ഓർ കൺവീനിയൻറ്റ്. അങ്ങനൊരു ചികിത്സാ പദ്ധതിയായിട്ട് ഇവോൾവ് ചെയ്ത് വന്നാണല്ലോ ഈ അലോപ്പതി. പക്ഷെ അടിസ്ഥാനമായിട്ട് അതിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ് അല്ലേ. ഈ കെമിക്കൽസിന്റെ പഠനമൊക്കെ ആദ്യകാലത്ത് തൊട്ട് തന്നെ അലോപ്പതി പഠനവും നടത്തിയ പ്ലാന്റ് ഒറിജിനൽ ആയിട്ടുള്ള ഫൈറ്റോ കെമിക്കലിൽ നിന്നല്ലേ. അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന പരിണാമം ലാബിൽ അതൊക്കെ പലതും സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ലേ, ഉപയോഗിക്കുന്ന കെമിക്കൽ അത് തന്നെ, കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെയാ. സൂക്ഷ്മതയോടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇന്നത്തെ കാലത്ത് ഈ പുതിയ ലോകത്ത് മനുഷ്യൻ കൺസൾട്ടൊക്കെ പോകുന്നു, അവർക്ക് അതിന് ഉള്ള സെഡേറ്റീവ്സ് ഒക്കെ കൊടുത്ത് നമ്മളെ ഉറക്കിക്കിടക്കുകയോ ചെയ്യുന്നു. ശരിയാണ്, ഇപ്പം അങ്ങനെയൊക്കെയാണ് ലോകം വിശ്വസിക്കും, ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടതെന്ന്, ഇങ്ങനെയൊക്കെയാണ് ജീവിതമെന്നും ഈ 10-25 വയസ്സ് കഴിഞ്ഞ് 30 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അസുഖങ്ങളൊക്കെ പിടിക്കുമെന്നും ഒക്കെ ഒരു ധാരണയാണ് ഇല്ലേ. പണ്ടെന്ന് പറഞ്ഞാൽ 40 കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും, ഇപ്പോഴോ 25 കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പം നമ്മളൊക്കെ കൊച്ചായിരിക്കും 40 കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പ്രായമായ ആളായി 40 വയസ്സുകാരനൊക്കെയാണെന്ന് വിചാരം. ഇന്നിപ്പോൾ എത്ര എളുപ്പമാണ്, തീരെ കൊച്ചുങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്യലും വാക്സിനേഷനിലും ഒക്കെ പെട്ടല്ലേ കിടക്കുന്നത്. ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈലും, ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ജീവിക്കുക എന്നുള്ള ധാരണ നമുക്ക് വല്ലാണ്ട് ഉറച്ചു പോയിരിക്കുക. ഇതാണോ ജീവിതം? ഇപ്പം എന്താ ഹാപ്പിയായിട്ട് ജീവിച്ചൂടെ? വിദേശങ്ങളിൽ പല രാജ്യങ്ങളിലും ഈ സ്വാഭാവികമായിട്ടുള്ള
ജീവിത ചിട്ടയോട് വല്ലാത്തൊരു അഭിനിവേശമുണ്ട്. അതുകൊണ്ടല്ലേ അവർ കാട്ടിലും വീട്ടിലൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളിലും അങ്ങനൊരു ചിന്തയുണ്ട്. ഇന്ന് കാലത്ത് നോക്കുക, എവിടെയുള്ള കുട്ടികളെ നോക്കുക, കുട്ടികളൊക്കെ മൗണ്ടൻ ക്ലൈംബിങ്ങിനും ബൈക്ക് റേസിങ്ങിനും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. എങ്കിൽ ഹിമാലയത്തൊക്കെ ഇപ്പോൾ മലയാളി കുട്ടികളെ ധാരാളം കാണാം, ബൈക്കൊക്കെ ഓടിച്ചാണെങ്കിൽ. ഇവിടുന്ന് ഓടിച്ചു വരുന്നവരാ എത്ര കുട്ടികളാണ്. അപ്പം എന്താ ഇന്ന് യുവതലമുറ തിരിഞ്ഞു ചിന്തിക്കുന്നത്? അവർക്ക് മതിയായി ലോകം, ഇന്നത്തെ എഡ്യൂക്കേഷൻ, പല വിഷയങ്ങളൊക്കെ മതിയായി. പ്രകൃതി അവരെ തിരിച്ചു വിളിക്കുക, ബാ മക്കളെ എൻ്റെ മടിത്തട്ടിലൊന്ന് ഉറങ്ങുക. അല്ലെ എങ്ങനെ ഈ തലമുറകൾ നിലനിൽക്കും? ഈ രീതി ഇപ്പോൾ എത്ര കാലം ഉണ്ടാവും മനുഷ്യൻ ആയുസ്? ആരോഗ്യമുള്ള തലമുറയില്ലാണ്ടാവും. നല്ല വിത്തേ കിട്ടാതെ നല്ല ചെടികൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ പോലെ ആരോഗ്യമില്ലാത്ത മാതാപിതാക്കൾ സൃഷ്ടിക്കുന്ന കുട്ടികൾക്ക് എവിടെ നിന്ന് ആരോഗ്യം ഉണ്ടാവാനാ? ഇതൊക്കെ കോമൺ സെൻസ് അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ ഒന്ന് വിശദീകരിച്ച് പഠിപ്പിക്കുവാനും അതിനനുസരിച്ച് പുതിയ ലോകത്തെങ്കിലും അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളെ ചിട്ടപ്പെടുത്തുവാനും അതനുസരിച്ച് ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള അറിവുകൾക്കൊപ്പമാണ് ഒരു സുഹൃത്തെന്നുള്ള പോലെ നമ്മൾ അവരോട് പെരുമാറി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട പരിഹാരങ്ങളും അതിനുള്ള ചികിത്സകളും അതിനുള്ള ചിട്ടകളും അവരെ അഭ്യസിപ്പിക്കും. അതിനുള്ള യോഗ മാർഗങ്ങളും കുണ്ഡലിനി മാർഗത്തിലൂടെ ധാരാളം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം ചികിത്സ. അതിനുള്ള അറിവുകളും നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കും. അങ്ങനെ ഒരു സമ്പൂർണ്ണ ചികിത്സയാണ് അഘോരൻ്റെ ആയുർവേദ, സിദ്ധ എന്നൊക്കെ വിളിക്കാവുന്ന ചികിത്സാ സമ്പ്രദായം. അത് ഞാനൊരു കാലയളവ് വയ്ക്കാൻ പറ്റുമോ നമുക്ക്? ചോദിച്ചല്ലോ എന്നോട് എത്ര എളുപ്പം പറ്റുമോ എന്ന്. ഇതല്ലേ ഏറ്റവും എളുപ്പം. ഇരുട്ട് 10,000 വർഷമായിട്ട് നിറഞ്ഞു കിടക്കുന്ന ഗുഹയിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുവന്നാൽ അത് അകം തെളിഞ്ഞ് കാണാൻ സമയമെടുക്കുമോ? ഇല്ല, ഒരു നിമിഷം ഇമ്മീഡിയറ്റ്ലി. എന്ന് പറഞ്ഞ പോലെ സന്തോഷമാകുമ്പോൾ തന്നെ നമ്മുടെ ശരീരം റിക്കവർ ആകാൻ തുടങ്ങും. ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റാണ്. പക്ഷെ ഇത്രയും വർഷത്തെ ശീലം കിടക്കുവാണല്ലോ. ഹാബിറ്റ്സ് മെമ്മറി മാത്രമാണ്. ഹാബിറ്റ്സ് എന്ന് പറയുന്നതും വെറും മെമ്മറി മാത്രമാണ്. അത് ശരീര തലത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഓട്ടോമാറ്റിക്കലി പത്രം എടുത്ത് നിർത്തുന്നതും കാപ്പി കുടിക്കുന്നതും. ശീലങ്ങളാണ്. അവരാകുമ്പോൾ തന്നെ ശീലങ്ങൾ വിട്ടുപോകാൻ തുടങ്ങും. പ്രയാസമാണ് അത് നൂരിയെടുക്കാൻ എന്ന് തോന്നും. പക്ഷെ സന്തോഷം ശീലിച്ച് കഴിയുമ്പോൾ ശീലങ്ങൾ നമ്മളെ വിട്ടുപോകുന്ന കാണാം. ഈ സന്തോഷം ശീലിക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. അതിനുള്ള ട്രെയിനിങ്ങാണ് നമ്മൾ കൊടുക്കുന്നത്. ബി ഹാപ്പി, സ്പ്രെഡ് ഹാപ്പിനെസ്. ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നതും ഇതാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നതും. അതിലൂടെ വളരെ എളുപ്പം. നമ്മുടെ ചികിത്സ 3 ദിവസം 5 ദിവസം, അതിൻ്റെ അപ്പുറത്ത് ചികിത്സിക്കാറില്ലല്ലോ. അതിൻ്റെ അകത്ത് നല്ല റിസൾട്ട് കിട്ടിയില്ല, നമുക്ക് ചികിത്സിക്കാൻ യോഗ്യതയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് ഫോളോ അപ്പ് ആവശ്യമുണ്ടോ? 3 ഫോളോ അപ്പ് പൊതുവിൽ ആവശ്യമുണ്ട്. 3 റൗണ്ട്, പറ്റുമെങ്കിൽ 41 ദിവസം കണ്ടിന്യൂ ചെയ്യാം. 3 ഫോളോ അപ്പ് ആവശ്യമുണ്ട്. അതിനകം കാര്യം പിടികിട്ടും. ഇതാ അനുഭവം. അതിന് ശീലമായിരുന്നു എന്നുള്ളത്. ആ ശീലങ്ങളിൽ നിന്നൊക്കെ വിടുതലുണ്ടാവും, ഫ്രീഡം ഉണ്ടാവും. പക്ഷേ ആൾ ആഗ്രഹിക്കണം. അല്ല, നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ചികിത്സയില്ല. നമുക്ക് ഫോഴ്സ് ചെയ്ത് നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല. കാരണം ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന രോഗിയല്ല, ഈശ്വരനാണ്. നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെ. അപ്പോൾ അവിടെ നിന്നുള്ള, അതായത് ആ രൂപത്തിൽ നിന്നുള്ള കമാൻഡ് ഇല്ലാതെ നമുക്ക് ചികിത്സിക്കാൻ പോലും സാധിക്കുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ ആഗ്രഹം ഉണ്ടാവണം, ആത്മകൃപയുണ്ടാവണം, സ്വയം തോന്നണം. എങ്കിൽ മാത്രമേ ആ ഗുരുകൃപ നമ്മൾ ഫലിക്കുള്ളൂ. ആ ഗുരുകൃപ ഫലിക്കുമ്പോഴാണ് ഈശ്വരകൃപ, ഈ പ്രപഞ്ചത്തിൻ്റെ ഗ്രേസ് മുഴുവൻ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത്. അങ്ങ് നേരത്തെ പറഞ്ഞു ഹാപ്പി ആകാൻ പരിശീലിപ്പിക്കുന്നു, മെഡിറ്റേഷൻ ടെക്നിക്സ് പറഞ്ഞു കൊടുക്കുന്നു. ഇതിനകത്ത് മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ? മരുന്ന് വെച്ചാൽ ഔഷധം എന്നാൽ ആയുർവേദം സംബന്ധിച്ച ആഹാരം തന്നെ ഔഷധം. ഇപ്പം ലേഹ്യങ്ങളോ അരിഷ്ടങ്ങളോ കഷായങ്ങളോ ഒക്കെ നമ്മളെ കുടിക്കാറ് ആയുർവേദത്തിലല്ലേ. ഗുളികകൾ ഇതൊക്കെ എവിടെ പ്രിപ്പയർ ചെയ്യുന്ന? അടുക്കളയല്ലേ ചെയ്യുന്നത്. ഇത് സ്പെസിഫിക് ആയിട്ട് പർപ്പസിന് വേണ്ടി സ്പെസിഫൈഡ് രീതിയിൽ പ്രിപ്പയർ ചെയ്ത ആഹാരം തന്നെയാണ് ഔഷധ ആയുർവേദത്തിൽ. അപ്പം നമുക്ക് നിത്യമായിട്ടുള്ള ആഹാരം, നമ്മൾ കഞ്ഞി വെക്കുകയോ നമ്മളിപ്പോൾ ഖിച്ചടി പോലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും, ഇതൊക്കെ ഔഷധങ്ങളായിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആഹാരം ഔഷധമാണ്. ഇനി സ്പെസിഫിക് ആയിട്ട് ഇത് നിസ്സാര കാര്യമാണോ? വലിയ വലിയ മരുന്ന് കഴിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നമ്മളൊന്ന് ഇഞ്ചി ഇടിച്ചു പിഴിഞ്ഞ് അല്പം ഇന്ദുർപ്പക്കർ ചേർത്ത് കഴിച്ചാൽ ദഹന സംബന്ധമായ ഒത്തിരി രോഗങ്ങൾ, അർസസ്, മലബന്ധം തുടങ്ങി ഒത്തിരി രോഗങ്ങളൊക്കെ മാറുന്ന കാണാം. കൂടാതെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസും മാറും. നമ്മുടെ അടുക്കളയുള്ള സാധനമല്ലേ. പക്ഷെ ഇടിച്ചു പിഴിഞ്ഞ് നമ്മൾ നീര് കുടിക്കുമോ? ഇപ്പോൾ പച്ചമഞ്ഞളും നെല്ലിക്കയും നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുക്കുക. ആ നീരിൻ്റെ അകത്ത് അല്പം സ്പെസിഫിക് ആയിട്ടുള്ള ചില മരുന്നുകൾ വേണമെങ്കിൽ ചേർക്കാം. അല്ലെ ഇത് മാത്രം മതി. ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഡയബറ്റിക് ഉള്ള ഇതിനേക്കാളും ബെറ്ററായിട്ട് മരുന്ന് ഏതാ ഉള്ളത്?
ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് ആയിട്ടുള്ള പലതരം പിടകകൾ, അത് കുരുക്കളൊക്കെ ഉണ്ടാക്കി പൊട്ടുകയൊക്കെ ഇല്ലേ, മുറിവുകളൊക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ മാറാൻ ഇതിനേക്കാളും വലിയ ഔഷധമുണ്ടോ? നെല്ലിക്കും പച്ചമഞ്ഞളും ഇല്ല. ഇത് അടുക്കള ഉണ്ടാക്കുന്ന മരുന്നില്ലേ. മുറ്റത്തേക്കുന്ന പല മരുന്നുകളും പറിച്ചു കൊണ്ടുവന്ന് നമ്മൾ അരച്ച് ഗുളികകളാക്കി കൊടുക്കും. അരച്ച് അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് കൊടുക്കും. അതിൻ്റെ അത്രയും ഫലം നമ്മൾ ഉണക്കി വെച്ച മരുന്നുകൾക്കില്ല. അല്ലെങ്കിലും പണ്ടത്തെ ശീലം ശുദ്ധമായ മരുന്നുകൾ പറിച്ച് ഉടനെ ഉണ്ടാക്കുക. പക്ഷെ അത് സൂക്ഷിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് നമ്മൾ ഉണക്കി ഉപയോഗിക്കുന്നത്. അല്ലാതില്ലെങ്കിൽ നമ്മൾ ഈ അടുക്കളയിൽ വെക്കുന്ന ആഹാര രീതികൾ തന്നെയാണ് ഔഷധങ്ങളുടെ പാചക രീതി. അപ്പൊ ആഹാരം ഔഷധം വേർതിരിച്ച് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതാണ് പാരമ്പര്യം. ആ പാരമ്പര്യത്തെ മറന്ന് നമ്മൾ ഇന്ന് അതിനെ കൊമേഴ്സാക്കി മാറ്റിയപ്പോഴത്തേക്ക്, കൊമേഴ്സ്യലായി മാറിയപ്പോഴത്തേക്ക് ആണ് ഈ നമ്മൾ ഈ കാണുന്ന വ്യാപത്തുകളൊക്കെ ഉണ്ടായത്. അല്ലേ മുത്തശ്ശി വൈദ്യം തന്നെ, അല്ലെങ്കിൽ ഈ ആദിവാസി വൈദ്യം എന്നൊക്കെ പറഞ്ഞു, ഇതൊക്കെ തന്നെയല്ലേ ആദ്യം രൂപം വൈദ്യത്തിൻ്റെ. അത് തന്നെ ആഘോറിൻ്റെ രൂപം. അമ്മച്ചിയുടെ നുറുങ്ങുകൾ അല്ലേ, അമ്മച്ചിയുടെ അടുക്കളയിൽ നിന്ന് തന്നെ അമ്മച്ചിയുടെ ഔഷധങ്ങളും തയ്യാറാവും. അത്രയും ആവശ്യമുള്ളൂ. ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പം വർക്ക് ചെയ്യുന്ന കാണാം. കാരണം ആരും ഈ ഔഷധങ്ങളെ ബഹുമാനിക്കാതായില്ലേ. അപ്പം അല്പമെങ്കിലും അതിനോടുള്ള ബഹുമാനമുള്ളവരിലേക്ക് അതിൻ്റെ ഔഷധ പ്രഭാവം വളരെ ശക്തമായി പടരുന്നുണ്ട്. ഇതൊക്കെ ജീവനുള്ളത്. ഇതിനൊക്കെ നമ്മുടെ കാഴ്ചപ്പാടിലല്ലേ മനുഷ്യന് മാത്രമേ ജീവനുള്ളൂ, ബാക്കിയൊന്നും ജീവനില്ല എന്നുള്ള ഒരു പുതിയ കൺസെപ്റ്റിലാണല്ലോ ജീവിക്കുന്നത്. എല്ലാം മനുഷ്യന് ഉപയോഗിക്കാനുള്ളതാണ്, പ്രകൃതി മൊത്തം മനുഷ്യന് ഉപയോഗിക്കാനുള്ളതാണ് എന്നുള്ള ഈ മോഡേൺ കൺസെപ്റ്റ് വന്ന പിന്നിലെ പ്രകൃതി നമ്മൾ എത്ര ദുഷിക്കുന്നതും നശിപ്പിക്കുന്നതും. അതിൽ നിന്ന് മാറി ചിന്തിക്കണം, അതിൽ നിന്ന് മാറി ജീവിക്കണം.